ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നാടൻ കറി, ചിലവൊക്കെ കുറഞ്ഞ ഒരു നാടൻ കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യുകയെന്നറിയോ? ഇരുമ്പം പുളി ഉണ്ടല്ലോ, ചെമ്മീപ്പുളി എന്നും പറയും, ഇരുമ്പം പുളി എന്നും പറയും. അത് കുറച്ചെടുത്തിട്ട് പരിപ്പിട്ടൊരു ചാറ് കറി, തനി നാടൻ കറിയാണ്. ചിലവുണ്ട്, എന്നാലും വളരെ കുറഞ്ഞ ചിലവിലുള്ള ഒരു കറി. അപ്പോൾ നമുക്ക് കുറച്ച് പരിപ്പെടുത്ത് കഴുകി അടുപ്പത്തിടാം. ഇത്രയും പരിപ്പ് മതി കേട്ടോ. എനിക്ക് ക്വാണ്ടിറ്റി കുറച്ചാണ് എടുക്കണത്. എന്താ വെച്ചാൽ ഇവിടെ അംഗങ്ങളൊക്കെ കുറവാണ്. അപ്പം ഞാൻ ഈ ഒരു 50 ഗ്രാം പരിപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാനത് ഇട്ട് കഴുകി അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണേ. അതിനെടുത്ത വെള്ളവും കൂടി എടുത്തിട്ട് കുക്കറിലിട്ട് പരിപ്പ് വേവിക്കാം നമുക്ക്. ഇതിൽ 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. നല്ല ഉണ്ടമുളകാണ്, അത് എരിവ് ഉള്ളതുമാണ്. ഇപ്പം 2 എണ്ണം മാത്രം മതി കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വയ്ക്കാം. കുറച്ച് ഉപ്പിട്ട് എടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. അവിടെ ശരിയായിക്കോട്ടെ. നമുക്ക് ഇതൊന്ന് കുറച്ചെടുത്ത് അരിഞ്ഞെടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇത് ബാക്കിയുള്ള ഞാൻ അച്ചാറിടാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുവാണ്. ഇതിപ്പോൾ കുറച്ച് സാധനങ്ങളെ അരിഞ്ഞെടുക്കണുള്ളൂ. പിന്നെ നെടുവേ 4 ആക്കി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പറിച്ച് കഴുകി വാരി ഉണക്കാൻ വെക്കാം. കുറച്ച് ഉപ്പും തിരുമിയിട്ട് വെയിലത്തേക്ക്, നല്ല വെയിലല്ലേ ഇപ്പം, വെയിലത്തേക്ക് ഇട്ടേക്കാം. അരിഞ്ഞൊന്നും വെക്കണ്ട, ഇങ്ങനെ തന്നെ വാരി അങ്ങോട്ട് കഴുകി ഉപ്പും തിരുമിയിട്ട് വെയിലത്തോട്ട് ഇട്ട് ഉണക്കിയെടുക്കാം. ഒരു 2-3 ദിവസം വെയിൽ കൊണ്ട് അത് ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് അച്ചാറിടുവാണെങ്കിൽ അത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അല്ലാതെ അച്ചാറിട്ടാൽ നമുക്ക് ഒരാഴ്ചയിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല കേട്ടോ. ഇത് പിന്നെ നമുക്ക് പാല് കറി വെക്കാൻ പറ്റും. നല്ലോണം പച്ചമുളക്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി കീറിയിട്ടിട്ട്, പച്ചമുളക് കീറിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല തേങ്ങാപ്പാലിൽ ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് അടിപൊളി ടേസ്റ്റാണ്. ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ചെയ്യുന്ന രീതി അത് ഏതുപോലെ ഇരിക്കും, അത്രയും ടേസ്റ്റേ കിട്ടുള്ളൂ. നമ്മൾ ചെയ്യണം, നല്ലോണം ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ നേരിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ ഇതൊന്ന് വിസിൽ വന്നതൊന്ന് വെന്തോട്ടെ കേട്ടോ. കുറച്ച് മതി, അധികമൊന്നും വേണ്ട, ഭയങ്കര പുളിയായിരിക്കും. ഇത്രയും മതിയാവും കേട്ടോ അരിഞ്ഞ് അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഇത്തിരി കഴിയുമ്പോൾ അച്ചാറിടും. അച്ചാറിലേക്ക് ഇട്ടാൽ, അച്ചാർ നമ്മൾ സാധാരണ കഴിക്കാൻ വേണ്ടി അച്ചാറിടാം. അപ്പോൾ അത് വെന്ത് വന്നോട്ടെ.
കഴിയുമ്പോൾ പരിപ്പ് വേകും. സാമ്പാർ പരിപ്പാണ് എടുത്തേക്കണേ, ഏത് പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇടുന്നൊരു മാത്രമേ ഉള്ളൂ. തേങ്ങക്കൊക്കെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് ഉപയോഗിക്കാനേ പറ്റുന്നില്ല. ഇപ്പം കുറച്ച് ജീരകമുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് 2 കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കൂട്ടിയിട്ട് നമുക്കൊന്ന് നല്ലോണം അരച്ചെടുക്കാം. ഇതിപ്പോൾ വെന്ത് കാണും. നമുക്കിത് സ്റ്റവ് ഒന്ന് ഓഫാക്കി വെക്കാം. ഫ്ലെയിം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. പരിപ്പ് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമ്മൾക്ക് അപ്പോഴേക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങയും ജീരകവും 2 കറിവേപ്പില ഇടണം. ഒരു ടേസ്റ്റാണ് ആ കറിക്ക് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് അരച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് പരിപ്പ് വെന്തിട്ടില്ല, ഇത്രയും കൂടി വേകാനുണ്ട്. വെന്ത് കഴിഞ്ഞാലേ നമുക്ക് പുളി ഇട്ട് വയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കറി ശരിയാവില്ല. ഒന്നും കൂടി വെന്തോട്ടെ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരിപ്പ് ഇത്രയും കൂടി വേകാനുണ്ട്. അത് വെന്താലേ പുളി ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പരിപ്പ് വേകില്ല. നമുക്ക് വറ താളിക്കാൻ വേണ്ടി 2 മുളകൊക്കെ ശരിയാക്കി വെക്കാം ഇവിടെ. ഉണക്കമുളക് വറുത്തിടുന്നത് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് വറുത്തിടാം. ഉണക്കമുളകും ഇത് പലക ഇവിടെ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് മാറ്റാൻ പറ്റിയ പലകയാണ്, ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ് വെറുതെ എന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്കിപ്പോൾ ഏതാണ്ട് പരിപ്പൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. വെന്തില്ല പരിപ്പ്. ഇപ്പം പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വേഗം വേഗം കേട്ടോ, വേഗം വേഗം. വെന്തോട്ടെ. ഇത് മാറ്റിയിട്ട് കടുക് വറുക്കാൻ എടുക്കാം. ഇത് എനിക്കിവിടെ പലകയിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ വെച്ചത്. ഇത് ഇതിൻ്റെ മുകളിൽ പലക വെച്ചെന്നാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ കടുക് വറുക്കാൻ ഇടാൻ പോവാണ്.
അപ്പോഴേക്കും പുളിയൊക്കെ വെന്ത് നല്ല ഇതായിരിക്കും. ചട്ടി ചൂടായിക്കോട്ടെ, എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ കേട്ടോ, കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇത് വേവും. കടുക് പൊട്ടി വരുന്നുണ്ട്. മുളക് ഇട്ട് വെക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാൻ, മുളക് കരിഞ്ഞു പോകും. ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫാക്കി എടുക്കാം. അതിൻ്റെ കൂടെ ഒരു തുള്ളി മുളക് പൊടി ഇടാം. ഈ കറിയുടെ മുകളിൽ ഇങ്ങനെ ചുമന്ന് കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് നോക്കട്ടെ. സ്റ്റവ് ഓഫാക്കിയിരിക്കുകയാണ്. പുളി വെന്തിട്ടുണ്ടാവും. രണ്ട് മിനിറ്റ് കൂടി കിടന്നോട്ടെ, എന്നിട്ട് നമുക്ക് അരപ്പ് കൂട്ടാം കേട്ടോ. പുളി എന്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പുളി ഒന്ന് വെന്തോട്ടെ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പുളിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പൊന്ന് കൂട്ടി കൊടുക്കാം. അരപ്പ് കൂട്ടുമ്പോൾ സ്റ്റവ് ഒന്ന് തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ തിളച്ച് പോകും. തിളച്ചാൽ കൊള്ളില്ല. പയ്യെ ചൂടായിക്കോട്ടെ കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് തീ കൂട്ടി വയ്ക്കാം. ഒരു നൊരി വരുമ്പോഴേക്കും ഓഫാക്കാം. ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഏതാണ്ട് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സ്റ്റവ് ഓഫാക്കിയിട്ട് ഈ വറ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് പകർത്തുവാണ്.
നമുക്ക് ഈ വറ ഇട്ട് കൊടുക്കാം. ചൂട് ചൂട് ഇപ്പം നമ്മുടെ പരിപ്പ് ഇരുമ്പും പുളിയും കൂടി കറി ചിലവ് കുറഞ്ഞൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പല വിധത്തിലും കറി വെക്കാൻ പറ്റും ഇരുമ്പും പുളി. അപ്പം ഇത് കണ്ട് ഇതുപോലെ ചെയ്ത് കൂട്ടി നോക്കിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.